ഹലോ ഗൈസ്, വെൽക്കം ടു ഇസു കിച്ചൻ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ പോളയാണ്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് മസാലയ്ക്ക് ആവശ്യമായ ഉള്ളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളി വരണ്ടു വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഉള്ളി വരണ്ടു വരുമ്പോൾ തന്നെ ഉപ്പും മഞ്ഞളും ചേർത്ത് ചിക്കൻ വേവിച്ചെടുക്കാം. വഴറ്റിയ ഉള്ളിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു ടീസ്പൂൺ ഗരം മസാലയും അല്പം കറിവേപ്പിലയും മല്ലിച്ചപ്പും ചെറുതായി കഷ്ണങ്ങളാക്കിയതും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നേരത്തെ വേവിച്ച ചിക്കൻ കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മുടെ മസാല ഇവിടെ തയ്യാറായിരിക്കുന്നു. ബാറ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട, 1 ഗ്ലാസ് പാൽ, 1 ഗ്ലാസ് മൈദ, 1/2 കപ്പ് ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ ബാറ്റർ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബാറ്ററിൽ നിന്ന് അല്പം ഒഴിച്ച് 1 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. ലോ ഫ്ലെയിമിലാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഇതിലേക്ക് ചേർക്കുക. അങ്ങനെ നമ്മൾ മസാല മുഴുവൻ ചേർത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ബാക്കി വെച്ച മുഴുവൻ ബാറ്ററും ഇതിൽ ഒഴിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കുക. ബാറ്റർ മുഴുവനും ഒഴിച്ച് സെറ്റാക്കിയ ശേഷം അടച്ചു വെച്ച് വേവിക്കുക. 2 മിനിറ്റിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് ഒരു ഡിസൈൻ പോലെ ചെയ്തെടുക്കാം. ഇത് ശരിക്കും ഓപ്ഷണലാണ്, ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തെടുക്കുന്നതാണ്. ഇനി അടച്ചു വെച്ച് 15-20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. നമ്മുടെ പോള ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി മറുവശം കൂടി ഒന്ന് 1 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുക്കുക. നമ്മുടെ ചിക്കൻ പോള ഇവിടെ റെഡി ആയിരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.